പാർത്ത BJP ആടാപാടലം 3G ആയി. അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കൈ കൊടുക്കാൻ സന്ദീപ് വാര്യർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലേക്ക് പോകാൻ സന്ദീപ് വാര്യർ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ അദ്ദേഹം അനുഭവിച്ച BJPയിൽ നിന്ന് അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിനൊക്കെ മുമ്പ് നമ്മൾക്ക് പറയാനുള്ളത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസിന്റെ ഒരു മിന്നൽ നീക്കമാണ് എന്ന് പറയുന്നു. എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്. കാരണം സന്ദീപ് വാര്യരുടെ ഏറ്റവും നല്ല നീക്കമെന്ന് ഞാൻ പറയും. കാരണം സന്ദീപ് വാര്യർ CPM-ലേക്ക് പോകുമോ എന്നായിരുന്നു എന്റെ ഭയം. BJPയിൽ തന്നെ നിൽക്കട്ടെ എന്നത് BJP പ്രവർത്തകരെല്ലാം ആഗ്രഹിച്ച ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ വമ്പൻ നീക്കം, കോൺഗ്രസിന്റെ മിന്നൽ നീക്കമാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വവും കാണിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ധന്യ. ഇവിടെ ധന്യ പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചത്? BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു ആര്? സന്ദീപ് വാര്യർ. BJP അട്ടപ്പടലം പൊട്ടി നിൽക്കുന്ന അവസരത്തിൽ കേരളത്തിൽ ഒരു വിലയും BJPക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ BJPക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഒരു സിംഹമായി മാറിയ ഒരു തീപ്പൊരിയെത്തി ഒരു പറ്റം തീപ്പൊരിയാക്കി മാറ്റിയ അത് ആളിക്കത്തിച്ച ഒരു വലിയ മനുഷ്യൻ, ഒരു ഫയറിംഗ് ബ്രാൻഡ് അല്ലെങ്കിൽ ഫയർ ബ്രാൻഡ്, ശോഭാ സുരേന്ദ്രനെ പോലെയൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫയർ ബ്രാൻഡാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. ആ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു മൈലേജ് BJPക്ക് ചില്ലറയൊന്നും ആയിരുന്നില്ല ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയുള്ള ഒരു മൈലേജിൽ നിന്ന് BJPയെ നല്ല നിലയിലേക്ക് കൊണ്ടുപോവുകയും കൃത്യമായി അത് ചാനൽ ചർച്ചകളിൽ മാത്രമായിരുന്നില്ല, എവിടെ ഓരോ കാര്യങ്ങളെ പൊളിച്ചടുക്കുവാനും ചരിത്രങ്ങൾ ചികഞ്ഞു പോയി അതിനെ തെളിവോടുകൂടി വലിച്ചു കീറാനും സന്ദീപ് വാര്യർ മുന്നിലുണ്ടായിരുന്നു. പല സംവാദ വേദികളിലും സന്ദീപ് വാര്യർ പോയിട്ട് ഇവരെ പൊളിച്ചടുക്കിയിരുന്നു. ഏറ്റവും അവസാനം പാലക്കാട്ടെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ CPM ഇവരുടെ പിന്തുണ ചോദിച്ചതടക്കം സന്ദീപ് വാര്യർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഏറ്റവും അവസാനം സന്ദീപ് വാര്യർ CPM-മായി ചർച്ച നടത്തി CPM-മായി വളരെയധികം അനുകൂല രീതിയിൽ നിന്നു എന്നൊക്കെയാണ് പുറത്തു വന്നിരുന്ന വാർത്ത. പക്ഷേ സന്ദീപിന് പോലും മനസ്സിലായിരിക്കുന്നു. കാരണം ഈ ഭരണം നിലനിൽക്കുമ്പോൾ CPM-ലേക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് സന്ദീപിനറിയാം. സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് CPM തിരഞ്ഞെടുക്കാതെ കോൺഗ്രസിലേക്ക് പോകുന്നത്? കോൺഗ്രസിൽ നിന്ന് സരിനെ CPM അടർത്തിയെടുത്തപ്പോൾ BJPയിൽ നിന്ന് കേരളത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവിനെ, ഒരുപാട് ആരാധകരുള്ള നേതാവിനെ അടർത്തിയെടുത്തുകൊണ്ട് ഒരു ഫൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ഒരു വലിയ നീക്കമാണ്, വമ്പൻ നീക്കമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് അതൊരു വലിയ മെച്ചമാണ് പാലക്കാട് സമ്മാനിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സന്ദീപ് വാര്യർ സംഘത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷെ അദ്ദേഹം പോയത് അനുയോജ്യമായ സമയത്ത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം മാനസികമായ ബുദ്ധിമുട്ട് അദ്ദേഹം BJP എന്ന പാർട്ടിയിൽ അദ്ദേഹം വന്ന നാൾ മുതൽ അദ്ദേഹം ആർക്കെങ്കിലും മുകളിലേക്ക് വളരുമോ എന്നുള്ള ഭയം ആരെയൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് അസ്വസ്ഥരാക്കിയതിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലൊരാളെ പിടിച്ചു നിർത്താൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ല എങ്കിൽ കേരളത്തിലെ BJP നേതൃത്വം രാജിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും മിടുക്കനായ നേതാവ് സന്ദീപ് വാര്യരെ ആനയിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ വേദിയിലേക്ക്, പാലക്കാട് വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാടിന്റെ വേദിയിലേക്ക് സന്ദീപ് വാര്യരെ ആനയിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ വരുന്നു എന്ന് പറയുന്നത് സന്ദീപ് വാര്യരെ പോലുള്ളൊരു നേതാവ് അവർക്ക് കിട്ടുന്ന അവർക്കുള്ളതിൽ വെച്ച് ഇപ്പോൾ ഏറ്റവും നല്ല നേതാവിനെയാണ് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതായിരിക്കും കോൺഗ്രസ് ഈ അടുത്ത കാലത്തെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ പറയും. കാരണം സന്ദീപ് വാര്യരെ പോലൊരു വ്യക്തിയെ, സന്ദീപ് വാര്യർ ചീള് കേസാണ്, പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ പലരും ഇനിയാണ് സന്ദീപ് വാര്യരുടെ വില അറിയാൻ പോകുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ജയിച്ച് കയറുന്നതും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു സരൻ CPM-ൽ എത്തിയതുപോലെ അല്ല സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തുന്നത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാനായി നാടകം കളിച്ചു എന്നൊക്കെ പലരും പറയും. ഒരിക്കലുമല്ല. സന്ദീപ് വാര്യറിനെ വ്യക്തിപരമായി അറിയാവുന്ന എല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് എത്തുന്നത്, കൈ കൊടുക്കാൻ കോൺഗ്രസ്സുകാരോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളത്.
എന്തായാലും ആ മുഖത്തെ ആ സന്തോഷവും ചിരിയും ഒരു സംഘപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉള്ളിലൊരു വിഷമമുണ്ടാകാം. കാരണം പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന് തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് സന്ദീപ് വാര്യർ. അങ്ങനെ തന്നെ പറയാം. ആ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന സന്ദീപ് വാര്യറെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിൽ പീഡിപ്പിക്കാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ മാറ്റി നിർത്താൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ അപമാനിക്കാൻ കഴിയുമോ അതിൻ്റെയൊക്കെ അങ്ങേ അറ്റം അദ്ദേഹത്തെ അപമാനിച്ച് അതിൻ്റെയൊക്കെ പരിസമാപ്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കെ സുധാകരനെയും വി ഡി സതീശനെയും അദ്ദേഹം കാണുന്നുണ്ട്. അതിനുശേഷം അവർക്ക് കൈ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഷോള്, കോൺഗ്രസിന്റെ ഷോൾ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സന്ദീപ് വാര്യരുടെ മുഖം, ഒപ്പം നിൽക്കുന്നവരെ കൈ തൊഴുതുന്ന സന്ദീപ് വാര്യരെ പോലുള്ളവരായിരുന്നു BJPയുടെ ഒരു നല്ല മുഖം എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രനും സന്ദീപ് വാര്യരെയൊക്കെ കണ്ട് ഈ പാർട്ടിയിലേക്ക് വന്ന നിരവധി പേരുണ്ട്. അവരെയൊക്കെ നിരാശപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും സന്ദീപ് വാര്യർ നിങ്ങളാണ് ശരി, നിങ്ങൾ ചെയ്തതാണ് ശരി, നിങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങളെ വ്യക്തിപരമായി അറിയാവുന്ന പലർക്കും അറിയാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു BJP നേതാക്കളും, സുരേന്ദ്രൻ ഒഴികെ, ആ ഗ്രൂപ്പ് ഒഴികെയുള്ള ഒരു നേതാക്കളും വരില്ല, അത് ഉറപ്പാണ്. എന്തായാലും ആ വേദിയിൽ സന്ദീപ് വാര്യർ സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് സന്ദീപിന് പറയാനുള്ളത്? നമുക്ക് അടുത്ത സമയങ്ങളിൽ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കാം. എന്തായാലും പ്രാർത്ഥന തുടരാം. ഈ കാവിഷാൾ അണിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയോടൊപ്പം വേദിയിലിരുന്ന, അതുപോലെ തന്നെ BJPക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിച്ച ചെത്തല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആ ഗ്രാമം ഒന്നാകെ ഉണ്ണി മുകുന്ദനെ അടക്കം നടി അനുശ്രീയെ അടക്കം അണിനിരത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ ശോഭായാത്ര നടത്തി വലിയ തരത്തിൽ വിജയിപ്പിച്ച ഒരു ഗ്രാമത്തെ ആകെ BJPയോട് അടുപ്പിച്ച ഒരു മനുഷ്യനെ ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വന്നതിന്റെ പിന്നിൽ ഈ ധന്യ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന നേതൃത്വം മാത്രമാണ്. അദ്ദേഹത്തിന്റെ അത്രയ്ക്ക് വലിയ പ്രശ്നത്തിന്റെ പുറത്ത്, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പുറത്ത് അദ്ദേഹത്തെ പാലക്കാടിൽ നിന്ന് അപമാനിച്ചപ്പോൾ അദ്ദേഹം വീട്ടിൽ പോയി ഒതുങ്ങിയിരുന്നപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചപ്പോൾ ആ പൊട്ടിത്തെറിച്ച മുറിവിൽ സന്ദീപ് വാര്യർ പറഞ്ഞ അതേ വാചകം ഞാൻ എടുത്ത് ഉപയോഗിക്കുകയാണ്. മുറിവേറ്റ അതേ മുറിവിൽ തന്നെ മുളകരച്ച് തേക്കുന്ന നിലപാട് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം എടുത്തു. സുരേന്ദ്രൻ എടുത്തു. സുരേന്ദ്രനും പ്രകാശ് ജാവ്ദേക്കറും AN രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതെന്താ, ഇതൊരു ചീള് കേസാണ്, ഞങ്ങൾ അങ്ങോട്ട് പോയി ചർച്ച ചെയ്യില്ല, സന്ദീപ് വാര്യർ എന്താണ് തീരുമാനിക്കുന്നത് നോക്കട്ടെ. സന്ദീപ് വാര്യരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇവരെല്ലാം തന്നെ നിലപാടെടുത്തു. ഈ നിലപാടുകൾക്ക് ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സന്ദീപ് വാര്യരെ പോയി കാണാനോ അദ്ദേഹത്തിന്റെ പരാതികൾ കേൾക്കാനോ അതിൽ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ അത് പരിഹരിക്കാനോ ഈ നേതൃത്വം പരാജയപ്പെട്ടു. ഇവർക്ക് ഗ്രൂപ്പ് കളിക്കാൻ മാത്രമാണ് അറിയുന്നത് എന്നുള്ള ഒരു വലിയ സത്യം നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാണ്. പക്ഷേ ആ ഗ്രൂപ്പൊക്കെ കളിച്ചോളൂ. നിങ്ങളൊരു പാർട്ടിയുടെ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആത്മാവിനെ തൊട്ടുകൊണ്ട് നിങ്ങൾ കളിക്കുകയാണ്. BJPയുടെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ്. കാരണം ഞാൻ പറയുമ്പോൾ എനിക്കടക്കം വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമുള്ള നേതാവാണ് സന്ദീപ് വാര്യർ. എന്തുകൊണ്ടാണത്? ഒരുപാട് യുവാക്കൾക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള നേതാവാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ പേഴ്സണലായി അറിയാവുന്ന ആളുകൾ, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ എത്രയോ എനിക്കറിയാം, ഉണ്ടായിട്ടുണ്ട്. ആ അത്തരമൊരു നേതാവിനെ കോൺഗ്രസിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുത്തു. BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വം എറിഞ്ഞു കൊടുത്തു. ഒരു സംശയവും ആ കാര്യത്തിൽ പറയാനില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാം, സന്ദീപ് വാര്യർ ഈ നിലയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനകത്തേക്ക് പോയിക്കൊണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ സന്ദീപ് വാര്യർ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ BJPക്കാർ ഗ്രൂപ്പുകൾ കിടന്ന് കരയേണ്ട കാര്യമില്ല. താഴെ വന്ന് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരോട് ദയവായി ഇതൊന്ന് സുരേന്ദ്രനോട് പോയി, അല്ലെങ്കിൽ വ്യക്തിപരമായി പറയില്ല, BJPയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക ഗ്രൂപ്പിനോട് പോയി നിങ്ങൾ പറയൂ. കാരണം അവരാണ് ഈ മുറിവിൽ ഇത്രയും വലിയ മുളകരച്ച് തേച്ച് അല്ലെങ്കിൽ മറ്റ് എരിവുകൾ കൂട്ടി അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ചാടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് ഇതിന് ഉത്തരവാദി. എന്തായാലും കോൺഗ്രസ് സന്ദീപ് വാര്യരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. സന്ദീപ് വാര്യറിന് എല്ലാവിധ ആശംസകളും. നിങ്ങൾ ഒരുപാട് കഴിവുള്ള, നേതൃപാഠവുമുള്ള ഒരു നേതാവാണ്. കോൺഗ്രസിന്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപമാനിതനാവാതിരിക്കാൻ നിങ്ങൾക്ക് ആകട്ടെ. ഇനി ആരും നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കാതിരിക്കട്ടെ, അപമാനിക്കാതിരിക്കട്ടെ, പൊതുവേദികളിൽ നിങ്ങൾക്ക് വിലക്കുണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ്. എന്തായാലും എല്ലാ ആശംസകളും നമുക്ക് സന്ദീപ് വാര്യർക്ക് നേരാം. അതെ.